ശരീരത്തെ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തെന്നാൽ ശക്തിയും ഓർത്തു എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട സിബിൻ കാമഡത്തിലച്ഛന് ആശംസ അച്ഛന് അർപ്പിച്ച് സംസാരിക്കുന്നു. തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണം ഇടവക ദേവാലയത്തിൻ്റെ വിശുദ്ധ ആൾത്താരയിൽ പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട സ്കറിയ ചാമിയനച്ഛൻ, ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ചാക്കോ മേലടത്തച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവികമായ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധ ബലിയുടെ സമാപനത്തിലാണ് നമ്മേവരും ആയിരിക്കുന്നത്. നീണ്ട 12 വർഷങ്ങളുടെ പരിശീലനം പൂർത്തിയാക്കി വിശുദ്ധ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ യേശു തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് വന്ന് തൻ്റെ സ്വന്തക്കാരുടെ ഇടയിലേക്ക് വന്ന് അവിടെ വെച്ച് സുവിശേഷം ആരംഭിച്ച് ദൈവത്തിൻ്റെ വചനം വായിച്ച് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്നുള്ള തിരുവചനം അതുപോലെ അനുസ്മരിച്ച് തൻ്റെ പൗരോഹിത്യ ജീവിത ആരംഭം കുറിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട റോണിയച്ചൻ. ബഹുമാനപ്പെട്ട മേലടത്തച്ഛൻ സുവിശേഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുനാളിൽ മാതാപിതാക്കന്മാരുടെ കൈപിടിച്ച് പടികൾ കയറി വന്ന ഈ ദേവാലയത്തിൽ ചെറുപ്പം മുതൽ ആത്മീക പോഷണം നൽകി പരിപാലിച്ച ഈ ബലിപീഠത്തിൽ 12 വർഷക്കാലം സ്വപ്നം കണ്ട ഒരു വലിയ ഭാഗ്യം ഈ പരിശുദ്ധമായ ആൾത്താരയിൽ പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് പൂർത്തീകരണവും അതിൻ്റെ ആരംഭവും കുറിക്കുകയാണ്. 12 വർഷത്തെ നീണ്ട പരിശീലനം, അത് ഒരു പരിധിവരെ പരിശീലനത്തിൻ്റെ ആരംഭവും ഇനിയുള്ള ജീവിതത്തിൻ്റെ ആരംഭവുമാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഈ ഇടവക ദേവാലയം അതിൻ്റെ ആകാരം കൊണ്ടോ അതിൻ്റെ ഭംഗി കൊണ്ടോ അതിൻ്റെ രൂപം കൊണ്ടോ വലുപ്പം കൊണ്ടോ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നുമെങ്കിലും ദൈവ കൃപ കൊണ്ട് സമ്പന്നത നിറഞ്ഞ ദൈവം വിളിച്ചു ചേർത്ത അഭിഷിക്തരെ കൊണ്ട് സന്യസ്തരെ കൊണ്ട് നിറമാർന്ന ഈ ദേവാലയത്തിൽ നിന്ന് കർത്താവിൻ്റെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി പുരോഹിതരായിത്തീരുന്ന അഭിഷിക്തരായിത്തീരുന്നിരിക്കുന്ന വൈദികരോട് ചേർന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിൽ നിന്ന് 8ാമത്തെ പ്രിയപ്പെട്ട വൈദികനായി ഈ പ്രിയപ്പെട്ട ചാങ്ങീനച്ഛൻ ഇന്ന് മുതൽ തിരുസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ സുവിശേഷം ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛന് എല്ലാ അനുമോദനങ്ങളും എല്ലാ നന്മകളും പ്രാർത്ഥനകളും നമുക്ക് നേരാം. ഞാൻ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ അനുമോദിക്കുന്നതിന് മുൻപായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഞാൻ ഏറെ സന്തോഷത്തോടെ സഭയുടെ നാമത്തിൽ അഭിനന്ദ പിതാക്കന്മാരുടെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. 2 മക്കളിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ജീവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് പരിഭവം കൂടാതെ സമ്മതം പ്രകടിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാണിച്ച വലിയ വെല്ലുവിളിയും മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വലിയ മാതൃകയുമാണ്.
പ്രിയപ്പെട്ട വികാരിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഈ കാലഘട്ടം പൗരോഹിത്യം സന്യസ്തം ജീവിക്കുവാൻ അത്ര നല്ലതായ ഒരു കാലഘട്ടമല്ല. എങ്കിലും ബലം നൽകുന്ന ദൈവത്തോട് ചേർന്നാണല്ലോ വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം. അതുകൊണ്ട് ക്ലേശങ്ങളോ ദുരിതങ്ങളോ പട്ടിണിയോ നഗ്നതയോ വാളോ മറ്റു പലതോ എന്തു വന്നാലും, ഇതിൽ ആപത്തുകൾ വലുത് വന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ബലം പിടിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ബലം പ്രാപിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിക്കും. അതിനനേകം വൈദികരുടെ പിന്തുണയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അനേകം ദൈവമക്കളുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട്, അനുഭവം നിറഞ്ഞ സമ്പത്തുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ ജീവിതത്തിന് ഏറെ ഭാവുകങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോടൊപ്പം ഞാൻ നേരുകയാണ്. ഒരുപക്ഷെങ്കിൽ മറ്റു പല സാധ്യതകളും ഉണ്ടായിരുന്ന തള്ളിക്കളയാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ സമർപ്പണ ജീവിതം പ്രിയപ്പെട്ട അച്ഛന് ഏറെ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. സഹോദരനോട് ചേർന്ന് കുടുംബത്തിന്റെ നന്മകൾ അനുഭവിച്ച് ബാല്യകാലങ്ങൾ പിന്നിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ദൈവം വിളിച്ച ആ ഒരു വലിയ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മൈനർ സെമിനാരിയുടെയും പിന്നീട് തത്വശാസ്ത്രത്തിന്റെയും തിയോളജിയുടെയും ദൈവശാസ്ത്രത്തിന്റെയും പാഠങ്ങൾ ഒക്കെ ഹൃദയസ്ഥമാക്കി എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കി അഭിനയ പിതാവിന്റെ അഭിഷിക്ത കരങ്ങളാൽ ദൈവത്തിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ഇന്ന് ഈ വിശുദ്ധ അൾത്താരയിൽ പരിശുദ്ധമായ പ്രഥമ ദിവ്യബലി അർപ്പണം പൂർത്തിയാക്കുമ്പോൾ ഒരുപക്ഷെ പിന്നിട്ട് നോക്കുന്ന വഴികളിലൊക്കെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർത്തെടുക്കുവാനായിട്ട് അനേകം മുഖങ്ങൾ പ്രിയപ്പെട്ട അച്ഛനും പ്രിയപ്പെട്ട കുടുംബത്തിനും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെങ്കിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു വേദന തോന്നാം. ഈ കാലഘട്ടം ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇവിടെയൊക്കെ വലിയ ജനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു സമയമായി ഇത് മാറിയേനെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിശ്ചയിച്ച ദിവസങ്ങൾ മാറിയേനെ. എങ്കിലും അത് നമ്മുടെ തീരുമാനമല്ലല്ലോ, മറിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ തീരുമാനത്തിൻ്റെ ഭാഗമായി നമ്മൾ ദൈവം മാറ്റി എന്നുള്ളതാണ്. ആരോഗ്യങ്ങളും ആഘോഷങ്ങളുമല്ല, നിറഞ്ഞു നിൽക്കുന്ന അനേകരുടെ പ്രാർത്ഥനയാണ് ഈ ദിവസത്തെ പൂർണ്ണതയിലെത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെങ്കിൽ ഇവിടെ കടന്നു വരാത്ത അനേകം ആളുകളും ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ ദിവ്യബലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും നമുക്ക് വിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവം അനുഗ്രഹം തരുന്നുള്ളതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയും. ഒരുപക്ഷെങ്കിൽ ആരോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് മരിക്കുവാനാണെങ്കിൽ പോലും ഒരു ഭാഗ്യം വേണം. അല്ലെങ്കിൽ സാധാരണ ഒരു വിശ്വാസിയെ പോലെ ദേവാലയത്തിൽ വന്ന് തൻ്റെ മൃതശരീരം ഏറ്റവും അടുത്ത ബന്ധുക്കളെങ്കിലും കാണുവാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയാൽ മതി എന്നുള്ള മരണത്തിൻ്റെ ചിന്തയോടുകൂടിയൊക്കെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ദേവാലയത്തിനുള്ളിൽ നിൽക്കുന്ന ഈ ചുരുങ്ങിയ നമുക്ക് അനേകരുടെ പ്രതിനിധികളായി അവർക്ക് വേണ്ടി കൂടെയാണ് വിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ഈ വിശുദ്ധ ബലിയർപ്പണം പൂർത്തിയാക്കിയത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരനെയും പ്രിയപ്പെട്ട അച്ഛനെയും ഞാനേറെ അഭിനന്ദിക്കുകയാണ്. ഇനി മുതൽ തുടങ്ങുന്ന ഈ ജീവിതം അത് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയുണ്ട്. സുഖദുഃഖ മിശ്രിതമാണല്ലോ നമ്മുടെ ജീവിതം. അത് ഏത് ജീവിതമാണെങ്കിലും അങ്ങനെയാണ്. കുടുംബജീവിതത്തിന്റെ ഭാരങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ നമുക്കറിയാം. ഈ ജീവിതത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. എങ്കിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം പ്രിയപ്പെട്ട അറോണിയച്ച അങ്ങയുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിൻഗാമിയായി ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് മോശയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്തിട്ട് അവൻ ജോഷുവായി വിളിച്ചിട്ട് പറയും, ജോഷുവ, ഇനി മുതൽ നീ വേണം ഈ ജനത്തെ നയിക്കുവാൻ. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ നാം വായിക്കും. ഇനി മുതൽ നീ വേണം ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ. നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക, ദൈവം നിന്റെ കൂടെയുണ്ട്. നിനക്ക് മുമ്പിൽ അനേകം ആളുകൾ പ്രതിസന്ധികളായി വരും, കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരും, വന്യമൃഗങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ വരും, അനേകം രാജാക്കന്മാർ നിങ്ങളെ വന്ന് ആക്രമിക്കും. ഒന്നുകൊണ്ടും നിന്റെ മനസ്സ് കുലുങ്ങേണ്ട കാര്യമല്ല. ദൈവമാണ് നിന്റെ മുമ്പിലും നിന്റെ പിൻപിലും നിന്റെ വലത്തും ഇടത്തും
നിനക്ക് മീതെയും പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക എന്നുള്ള ആ ഒരു വചനം പ്രിയപ്പെട്ട അച്ഛനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ഏറ്റെടുത്ത് ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട അച്ഛൻ ഹൈറേഞ്ചിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട വികാരി അച്ഛനും ഞങ്ങളുമൊക്കെ ആദ്യ നാളുകളിൽ ഹൈറേഞ്ചിലെ ജനങ്ങളോട് ചേർന്ന് ഏറെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതാണ്. മനസ്സുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അച്ഛന് സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഏറെ ബോധ്യമാണ്. പക്ഷേ നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമായിരിക്കാം എങ്കിലും അവിടെയുള്ള ജനങ്ങൾ പൗരോഹിത്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്. പുരോഹിതരെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് വലിയ സ്നേഹവും വലിയ പരിഗണനയും വലിയ പിന്തുണയും പ്രാർത്ഥനയും നൽകുന്നവരാണ് എന്നുള്ള ബോധ്യം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അത് പ്രിയപ്പെട്ട അച്ഛന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ കഥ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഒരിക്കൽ പ്രക്ഷുബ്ധമായ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കപ്പലിൻ്റെ മുൻവശത്തുള്ള കൊടിമരത്തിൽ ഒരു പയ്യൻ, ആ കപ്പലിൻ്റെ കപ്പിത്താൻ്റെ മകൻ, വലിയ കാറ്റും കോളുമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൗതുകം കൊണ്ട് ഈ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് അവൻ കയറിപ്പോയി. കൊടിമരത്തിൻ്റെ അല്പം അകലെയായിട്ട് അവൻ കയറിയപ്പോൾ പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി തിരമാലകളൊക്കെ ഇളകി വലിയ കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി. ഇവൻ ഏത് നിമിഷവും കൈവിട്ടു പോകും, താഴെ വീഴുന്ന ഒരു അവസ്ഥയിലായി. അപ്പോൾ പ്രിയപ്പെട്ട ഈ കപ്പിത്താൻ മറ്റൊരു കപ്പിത്താനെ ഇതിൻ്റെ ചുക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മുകളിലിരിക്കുന്ന കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു. പേടിച്ചു വരേണ്ട ഈ മകൻ അപ്പനോട് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ ഏത് നിമിഷവും കൈവിട്ടു പോകും, എനിക്ക് താഴെ വരാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി ഇറങ്ങുമ്പോൾ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ച് ഞാൻ കടലിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ വിധത്തിലേക്കോ വീഴും. സധൈര്യം തിരമാലകളെ വകവയ്ക്കാതെ അപകടത്തിൽപ്പെടാതെ കപ്പലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പിതാവായ കപ്പിത്താൻ പറഞ്ഞു, മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ താഴേക്ക് ഇറങ്ങി വരിക. പക്ഷെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ കണ്ണുകൾ മുകളിലേക്ക് മാത്രം നോക്കുക. നീ ഒരിക്കലും താഴേക്ക് നോക്കരുത്. കാരണം താഴേക്ക് നോക്കിയാൽ നിന്നെ പേടിപ്പെടുത്തുന്ന തിരമാലകളുണ്ടാകും, നിന്നെ പേടിപ്പെടുത്തുന്ന കാറ്റിൻ്റെ അനക്കങ്ങളൊക്കെ നീ കാണും. അതുകൊണ്ട് നീ ഒരിക്കലും താഴേക്ക് നോക്കരുത്. നീ മുകളിൽ വിശാലമായ ആകാശത്തിലേക്ക് നോക്കി നീ ഇറങ്ങി വരിക, നിനക്കൊന്നും പറ്റുകയില്ല. അപ്പൻ പറഞ്ഞതുപോലെ മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയ വിശാലമായി കിടക്കുന്ന ആകാശം, അവിടെ അവനെ പേടിപ്പെടുത്തുവാനായിട്ടൊന്നുമില്ല. അവൻ കണ്ണുകൾ മുകളിലേക്ക് നോക്കി പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി അപ്പൻ്റെ മടിയിൽ വന്നിരുന്നു. പ്രിയപ്പെട്ട ചില പൗരോഹിത്യ ജീവിതങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ കാറ്റുകളും കോളുകളും അനേകം പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. മുകളിലേക്ക് നോക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കി അച്ഛൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മറ്റെല്ലാ അപകടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് സാധിക്കും. അതിന് അനേകരുടെ പ്രാർത്ഥന ചില പിൻബലമായി കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക ദേവാലയത്തിലുള്ള എല്ലാ വൈദികരുടെയും എല്ലാ സന്യസ്തരുടെയും പ്രത്യേകിച്ച് വൈദികർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയ പ്രിയപ്പെട്ട ചാമക്കാലൻ പ്രഭാഷൻ, ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുന്ന ചരിവരിടത്തിലെ പ്രിയപ്പെട്ട ഗോർബിസ്കോപ്പാച്ചൻ, പ്രിയപ്പെട്ട ജിജി അച്ഛൻ, പ്രിയപ്പെട്ട ജോജു അച്ഛൻ, പ്രിയപ്പെട്ട ചാമക്കാലയിലെ കൊച്ചച്ഛൻ, പ്രിയപ്പെട്ട വെട്ടിയിലച്ഛൻ, ഇപ്പോൾ പ്രിയപ്പെട്ട ചാങ്ങിയലച്ഛൻ, ഞാനും, അതുപോലെ തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട അനേകം സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഈ ഇടവകയുടെ ഓരോ കുടുംബങ്ങളുടെയും വലിയ പ്രാർത്ഥനകളും ആശംസകളും പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ നാമത്തിലും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിലും ഞാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റോണിയച്ഛന് എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. ദൈവം പ്രിയപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട ചാക്കോച്ചനാണ്. ഒരുപക്ഷെങ്കിൽ ചാക്കോച്ചന് വലിയ വിഷമമാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതൊരു പക്ഷെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഒരു വലിയ പ്രത്യേകത തോന്നണം. അത് വിശുദ്ധ കുർബാന അർപ്പണത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഏറ്റെടുത്തിരിക്കുന്ന ഓരോ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും. ചില
ശരീരദാനം പറഞ്ഞ അച്ഛൻ്റെ ഒരു ബോർഡുണ്ട് അവിടെ അച്ഛൻ്റെ പേരെഴുതി, അതുപോലും ഒരു വ്യത്യസ്തതയുണ്ട്. ബാക്കി നമ്മൾ സാധാരണ കാണുന്ന പോലെ അച്ഛന്മാരുടെ പേര് എഴുതിച്ചിരിക്കുന്ന ഒരു ബോർഡല്ല. എന്തു വന്നാലും അതിനകത്തൊരു വ്യത്യസ്തത, അത് തൻ്റെ ക്രിയാത്മകത കൊണ്ടുവരണമെന്നുള്ള വലിയ ഒരു ചിന്ത പ്രിയപ്പെട്ട അച്ഛനുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല അച്ഛൻ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാം. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളോട് ഏറ്റെടുക്കാം. എനിക്ക് തോന്നുന്നു ആളുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിനും ഒരു കുറവ് വന്നില്ല. പൂക്കളും മൈക്കും അതുപോലെ തന്നെ അച്ഛൻ തന്നെ അച്ഛൻ്റെ സുരക്ഷിതമായ ശരി പാടിയതും പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ഇതെല്ലാം പ്രിയപ്പെട്ട അച്ഛൻ വളരെ ഇന്നലെയാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമുണ്ടായത് അരമനയിൽ നിന്ന്. ബാക്കി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അഭിനന്ദ പിതാവ് കുടുംബവുമായിട്ട് ചേർന്ന് പിന്നീട് നിങ്ങളെ അറിയിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട മേലെടുത്ത് കുഴിക്കാരൻ ചാക്കോച്ചന്, പ്രിയപ്പെട്ട വികാരച്ചന് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിയതിൻ്റെ പേരിൽ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും പ്രിയപ്പെട്ട സാമൂഹ്യ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും പ്രിയപ്പെട്ട അച്ഛൻ എല്ലാവിധമായ നന്മകളും നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ ഈ ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷ ഏറ്റെടുത്തതേ ഉള്ളൂ. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും പ്രാർത്ഥനയും പിന്തുണയും അച്ഛനുണ്ടാകട്ടെ. അച്ഛന് മുമ്പോട്ടുള്ള വഴികളിലും ഈ ഒഴുകുന്ന ഇടവകയുടെയും തൃക്കോമല ഇടവകയുടെയും പിന്തുണ അച്ഛനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനും എല്ലാവിധമായ നന്മകൾ നേരുന്നു. കടന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദിയോടുകൂടി പ്രിയപ്പെട്ട പൗരത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികനെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അച്ഛൻ്റെ പുത്രകുർബാന അച്ഛനോട് ചൊല്ലി. അച്ഛനെ കുറിച്ച് എൻ്റെ ഒരു ഉറ്റ സുഹൃത്തു കൂടിയാണ് അച്ഛൻ. കാരണം രാമക്കൽമേട് ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോൾ ഒരു ഹാസ്യാഴ്ചയിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നു. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അടുത്തറിയുന്നത്. വളരെ അറിവും ഗ്രാഹ്യവും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പൊതു അവലോകനം ചെയ്യാനും അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരാളാണ്. കാര്യപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവും മറ്റച്ഛന്മാരെല്ലാം പറയുന്നത് ഞങ്ങൾ വലിയ പ്രതീക്ഷയെ അർപ്പിച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുപോലെ ആള് ആത്മാർത്ഥതയുള്ള ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ ഉണ്ടെങ്കിലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ സിൻസിയറാണ്. ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് വീട്ടുകാരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അച്ഛനെല്ലാം ആശംസകളും നേരുന്നു. അതുപോലെ നമ്മുടെ ഇടവിൽ നിന്നുള്ള സീനച്ഛന് അച്ഛന് നമ്മുടെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് എൻ്റെ പുത്രകുർബാനയൊക്കെ നടന്ന സമയത്ത് എനിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് കുർബാന ഇങ്ങനെ ടെൻഷനടിച്ച് ഓർക്കുന്നുണ്ട്. ടെൻഷനടിച്ച് കുർബാന ചെല്ലാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ ചെവി വന്ന് പറഞ്ഞിട്ട് പോയി വളരെ പതിയെ സാവകാശം ടെൻഷനൊന്നും അടിക്കാതെ ചൊല്ലണമെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഒരു നല്ല ഗൈഡ് കൂടിയാണ്. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളുകൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. നല്ല രീതിയിൽ അച്ഛന് ഹൃദയം തൊടുന്ന രീതിയിൽ അച്ഛൻ ആശംസകൾ അർപ്പിച്ചു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ അൾത്താര ബാലന്മാർ, അവരോടുള്ള നന്ദി. അവർ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ വന്നു. അവരോട് നന്ദി അറിയിക്കുന്നു. ഈ പൂക്കളൊക്കെ ക്രമീകരിച്ചത് സിസ്റ്റേഴ്സാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കും. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, സ്നേഹ സിവിനച്ച, പ്രിയ മാതാപിതാക്കന്മാരെയും പ്രിയ സഹോദരങ്ങളെ, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടിയാണ് ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിലാണ് ഞാനായിരിക്കുന്നത്. കൊച്ചുനാൾ മുതൽ ഈ ബലിപീഠത്തിൽ ബലികൾ അർപ്പിക്കുന്നത് കണ്ട് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സെമിനാരിയിലേക്ക് കടന്നു വന്ന എനിക്ക് ഇന്ന് ഈ അൾത്താരയിൽ കർത്താവിൻ്റെ ബലി അർപ്പിക്കുവാനായിട്ട് അയോഗ്യനായ എന്നെ ദൈവം തമ്പുരാൻ വിളിച്ചെടുപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തോത്രയാഗമാണ് ഇന്നിവിടെ അർപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, വളരെ അധികം പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്നിവിടെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയത്. അപ്പോൾ ഈ പ്രതിസന്ധിയിലൂടെ ദൈവം നയിച്ചത് ജീവിതത്തിന് കൂടുതൽ ബലം ലഭിക്കുവാനായിട്ട്, മുന്നോട്ടുള്ള ജീവിതത്തിൽ
പ്രതിസന്ധികളെ വളരെ സന്തോഷത്തോടു കൂടി തരണം ചെയ്യുവാനുള്ള ഒരു കൃപ നൽകുവാനായിട്ടാണ് ദൈവം ഇപ്പോഴേ ഈ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ തന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് പേരെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. സെമിനാരി കാലഘട്ടത്തിൽ മുതൽ സെമിനാരിയിൽ ചേർന്ന ആ വർഷം മുതൽ ഈ 10-12 വർഷത്തെ ഈ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പേര് സാമ്പത്തികമായിട്ടും പ്രാർത്ഥന കൊണ്ടും അല്ലാതെ എല്ലാം ബലപ്പെടുത്തി സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. നമ്മളിവിടെ വളരെ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ നന്ദി പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഇനി നമുക്കതിൻ്റെ ഒരു അവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ചിലരെയൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് എന്നെ തിരുവല്ല ആധിപത്യാസനത്തിലേക്ക് സ്വീകരിച്ച് എൻ്റെ 10 വർഷത്തെ ഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ വേണ്ട നിർദ്ദേശങ്ങളും തിരുത്തലുകളും സ്നേഹവും വാത്സല്യവും നൽകി അവസാനം തൻ്റെ ശ്രേഷ്ഠാചാര്യത്വത്തിൻ്റെ കൈവപ്പ് വഴി എന്നെ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുയർത്തിയത് തിരുവല്ലാധിപത്യാസനത്തിൻ്റെ അഭിമന്യനായ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത തിരുവനസാണ്. എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഏറ്റവും നന്ദിയോടുകൂടി ഞാൻ ഈ സമയമായിരിക്കുകയാണ്. എൻ്റെ മേജർ സെമിനാരി കാലഘട്ടത്തിലെ എൻ്റെ സ്നേഹിതർ അച്ഛന്മാർ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യന്മാർ, ഞങ്ങളുടെ ഗുരുക്കന്മാർ, ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദേഴ്സ്, അങ്ങനെ ഞങ്ങളെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്തിയ ഞങ്ങളുടെ എല്ലാ ഗുരുക്കന്മാരെയും ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ്. ഞാൻ റീജൻസി പള്ളിമലയിലാണ്. ആ പള്ളിമലയിലെ സ്നേഹം നിറഞ്ഞ വൈദികരെയും പ്രത്യേകിച്ച് സൈമൺസിനെയും ഏറ്റവും നന്ദിയോടും സ്നേഹത്തോടും ഈ അവസരം ഓർക്കുകയാണ്. എൻ്റെ ഈ ഇടവകയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണിത്. കാരണം ഒരുപാട് ഈ സൈഡിലെ ആ ഒരു ബോർഡ് നോക്കി നമുക്കറിയാം, ഒരുപാട് ദൈവവിളികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഇടവകയാണ്. എൻ്റെ ജ്യേഷ്ഠന്മാരായിട്ട് മുമ്പേ കടന്നുപോയ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ എല്ലാവരെയും, പ്രത്യേകിച്ച് ചാമകാല അർബാച്ചൻ തുടങ്ങി ഇങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ വൈദികരെയും, ആ വൈദികരുടെ എല്ലാ പ്രതിനിധിയായിട്ട് ഇവിടെ കടന്നു വന്ന ഈ പുത്തൻ കുർബാനയുടെ ഈ സമയത്ത് എനിക്ക് തക്സ വിളിച്ച് എന്നെ എല്ലാവരെയും സഹായിച്ച സ്നേഹബഹുമാനപ്പെട്ട കൗണ്ടത്തിലച്ഛനെ ഏറ്റവും നന്ദിയോടുകൂടി ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. നിങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള മറ്റേ എല്ലാ സിസ്റ്റേഴ്സിനെയും വൈദികരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ മുൻ വികാരിമാരെ, പ്രത്യേകിച്ച് എൻ്റെ സെമിനാരിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് സ്നേഹബഹുമാനപ്പെട്ട മഞ്ചാടി അച്ഛനാണ്. മഞ്ചാടിയതിനു ശേഷം ഇവിടെ കടന്നു വന്ന സുനീഷച്ചനെയും ജോസച്ചനെയും അനീഷച്ചനെയും, അത് കഴിഞ്ഞ് കടന്നു വന്ന ജിബുവച്ചനെ പ്രത്യേകമായിട്ട് നന്ദിയായിട്ട് ഓർക്കുകയാണ്. കാരണം ഈ ദേവാലയം ഈ രീതിയിൽ ഭംഗിയായിട്ട് ക്രമീകരിച്ചത് ജിബുവച്ചനാണ്. പട്ടത്തിൻ്റെ സമയത്ത് അച്ഛനായിരുന്നു വികാരിയച്ഛൻ. അച്ഛൻ ഒരുപാട് ത്യാഗമെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഈ ദേവാലയം ഇതുപോലെ മനോഹരമാക്കുവാനായിട്ട് അച്ഛനെ കൊണ്ട് സാധിച്ചത്. അവസാനം പുത്തൻ കുർബാന ഇന്നലെ വൈകിട്ടാണ് ഞാൻ സ്നേഹബഹുമാനപ്പെട്ട ചാക്കോച്ചനോട് വിളിച്ചു പറഞ്ഞത്, ഇന്ന് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടെന്ന്. ഒരു രാത്രി കൊണ്ട് ചാക്കോച്ചൻ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ച് ഇത്രയും ആളുകളെ ഇവിടെ കൂട്ടിയത് തന്നെ അച്ഛൻ്റെ ഒരു റിസ്കിലാണ്. കാരണം നമുക്ക് ഇത്രയും പേരൊന്നും കൂടാനെന്ന് അനുവാദമില്ല നമുക്കറിയാം. ഇത്രയും പേര് ഇവിടെ കൂട്ടിയത് പോലും അച്ഛൻ്റെ ഒരു റിസ്കിലാണ്. അച്ഛൻ പറഞ്ഞതുപോലെ രാമക്കന്മയുടെ വണ്ടി വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛനുമായിട്ട് അടുത്തിടപെടുന്നതും സംസാരിക്കുന്നത്. അന്ന് മുതലുള്ള ഒരു വലിയ സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടുകൂടി ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. അച്ഛനോട് നന്ദിയോടുകൂടി ആയിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ആൾക്കാര ബാലന്മാർ ഇവിടെയുണ്ട്. ദേവവിശുദ്ധ ബലിയിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച എല്ലാ ആൾക്കാര ബാലന്മാരെ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ജോലി ശാസനമുണ്ട് ഇവിടെ, നമ്മുടെ തമ്പിച്ചാനുണ്ടായിരുന്നു. ഈ ഇടവകയെ ഇത്രയും മനോഹരമായിട്ട് ക്രമീകരിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ ഇടവകയിലെ നല്ലവരായ ഒരുപാട് വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും ഇവിടെ കണ്ടിട്ടുള്ളതുമാണ്. ഞാൻ ഈ ദേവാലയത്തിന് മുമ്പ് ആദ്യ ബലികളൊക്കെ ചൊല്ലിയിട്ടുള്ളത് കൊണ്ട് ഈ ദേവാലയം എങ്ങനെയാണ് ഒരു പുത്തൻ കുർബാനയെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ കമ്മിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ഇടവകക്കാർക്ക് വൈദികരോടുള്ള ഒരു സ്നേഹത്തെ പ്രതി അവരെ വിളിച്ചില്ലെങ്കിൽ പോലും ഇവിടെ കടന്നു വരും. ഇന്നിവിടെ ഈ കുർബാന അർപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എനിക്കറിയാം പലരും വിളിച്ചില്ലെങ്കിൽ പോലും എത്ര റിസ്ക് എടുത്താണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ വഴിയുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ രഹസ്യമായിട്ടാണ് നമ്മളിവിടെ നടത്തിയത്. എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ ഇടവകക്കാരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി അവസാനമായിട്ട് നന്ദി പറയാനുള്ളതുണ്ട്. ഓരോ ബലിയും ഒരച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ മാതാവിനെയും പിതാവിനെയും പൂർവികരെയും ഗുരുക്കന്മാരെയും ഞാൻ ഈ ബലിയിൽ ഓർക്കുന്നു. എൻ്റെ മാതാപിതാക്കളോടും
എൻ്റെ ബന്ധുജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവസാന ബലി അർപ്പിക്കുന്നിടം വരെ നിങ്ങളെ എൻ്റെ ബലികളിൽ ഈ അടുത്താറിനാകുക. അതിനേക്കാളും വലിയൊരു പ്രതിനന്ദി എനിക്ക് നിങ്ങളോട് കാണിക്കുവാനുണ്ട്. ഈ വെല്ലുവിളിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയുള്ള പൗരോഹിത്യ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ടും ശ്രേഷ്ഠകരമായിട്ടും നയിക്കുന്നതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോടെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമുക്ക് കുരിശുകുത്തി ആ നേർച്ചയിട്ട് പോകാം.